സപ്ലൈകോ വിലവർധനവിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി കോട്ടയത്ത് സപ്ലൈകോ ഉപരോധിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെ ബി.ജെ.പി നേതാവ് ലിജിൻ ലാലിന്റെ നേതൃത്വത്തിലാണ് ഉപരോധം നടന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഈ സപ്ലൈ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി ഇവിടെ അരുൺ ആദ്യമായി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റെ ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവശ്യ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ ഏത് വിധേനയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു ഭരണാധികാരിയും ഒരു ഭരണ സംവിധാനവും ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ഭരണ സംവിധാനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ ഇന്ന് ഓരോ കോണുകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയന്റെ കൊള്ള അവസാനിപ്പിക്കണമെന്നും പാവപ്പെട്ട ജനങ്ങളെ പട്ടിണിയിലേക്കാണ് സർക്കാർ എത്തിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉപരോധം. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയതിനെ തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വിവിധ ഇടങ്ങളിലായി സപ്ലൈകോ ഉപരോധിക്കുകയാണ്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് സപ്ലൈകോ വില വർദ്ധിപ്പിക്കുന്നത്. മേഘദൂത് ന്യൂസ്, കോട്ടയം.